ഇവർക്ക് ഇപ്പം ആകെ പെട്ട് കിടക്കുകയാണ്. കോൺഗ്രസിനും വേണ്ട, കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും വേണ്ട, BJPക്കും വേണ്ട, DMKക്കും വേണ്ട, ഒന്നിനും പറ്റാത്തൊരവസ്ഥയിൽ നിൽക്കണം. അങ്ങോട്ടുമില്ല ഇങ്ങോട്ടുമില്ല നിന്നിട്ട് ഇപ്പോൾ ആകെ കത്രിക പൂട്ടിട്ട് നിൽക്കുന്ന ഒരവസ്ഥയിലാണെന്ന് പുള്ളിക്കാരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞു. ഇപ്പോൾ എല്ലാവരും സൂചിപ്പിക്കലാണ് പണി. ഇപ്പം KC വേണുഗോപാലിനെ കുറിച്ച് പുള്ളിക്കാരൻ അന്ന് പറഞ്ഞ വാക്ക് ഞാനിവിടെ വെക്കാം. ആരെ വെക്കുന്നത് KC വേണുഗോപാൽ? ആരാ KC വേണുഗോപാൽ? ഞാൻ നിങ്ങളോട് ചോദിക്കേണ്ട ആവശ്യമില്ല. ഇന്ത്യയെ പോലെയുള്ള 30 സംസ്ഥാനങ്ങൾ, ഒരുപാട് കേന്ദ്രഭരണ പ്രദേശങ്ങൾ, വിവിധ ജാതി മതങ്ങൾ, വിവിധ ഭാഷകൾ, വിവിധ സംസ്കാരങ്ങൾ. എന്താണ് ഇന്ത്യ? ഇന്ത്യ ഒരു അക്ഷരം, മലയാളം തന്നെ മര്യാദയ്ക്ക് പറയാൻ കഴിയില്ല KC വേണുഗോപാൽ, നമുക്കറിയാം. ഇന്ത്യ ഒരു അക്ഷരം അറിയാത്ത, ഈ രാജ്യത്തെക്കുറിച്ച് ഒരു ധാരണയുമില്ലാത്ത, കേരളത്തിൽ എത്ര പഞ്ചായത്തുണ്ട് എന്ന് ചോദിച്ചാൽ പോലും ഉത്തരം പറയാൻ കഴിവും ശേഷിയില്ലാത്ത ഒരുത്തനെ പിടിച്ച് ഓൾ ഇന്ത്യ കോൺഗ്രസ് കമ്മിറ്റിയുടെ ജനറൽ സെക്രട്ടറി ആക്കി ഇരുത്തിയതിന്റെ ദുരന്ത ഫലമാണ് ഈ അനുഭവിക്കുന്നത്. പിന്നെ ഒരു നിവൃത്തിയില്ല, അവിടെയില്ല ഇവിടെ ഇല്ലാണ്ട് ഇപ്പം നാടിയാടി നിൽക്കുകയാണ് പുള്ളി. എന്താ ചെയ്യേണ്ടെന്ന് പോലും അറിയാണ്ട് നിൽക്കുകയാണ്. അപ്പോൾ അതിനുശേഷം ഇപ്പം എല്ലാവരും സൂചിപ്പിക്കലിന്റെ പരിപാടി തുടങ്ങിയല്ലോ. ഇന്ന് പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ നോക്ക്, പുള്ളിനെ സൂചിപ്പിച്ചിട്ട് കൊണ്ട് പറയുന്ന കാര്യങ്ങൾ നോക്ക്. ഇന്ന് കോൺഗ്രസിന്റെ ഒരു വലിയ നേതാവ് ഇവിടെ ഉണ്ടല്ലോ, അതാരാ? KC വേണുഗോപാൽ. എന്നൊക്കെ അറിയാം. അദ്ദേഹമായി ഈ വിഷയം ഈ രീതിയിൽ ഇതുവരെ ഞാൻ പങ്കുവച്ചിട്ടില്ല. എനിക്കിനി അദ്ദേഹത്തിലെ പ്രതീക്ഷ. അദ്ദേഹമാണല്ലോ ഇന്ത്യയിൽ മുഴുവൻ ഓടി നടന്ന കോൺഗ്രസ് തന്നെ ഈ പാർലമെന്റ് തെരഞ്ഞെടുപ്പോട് കൂടി അവസാനിക്കുമെന്ന് പറയുന്ന കോൺഗ്രസിന് 40 സീറ്റിൽ നിന്ന് 200 സീറ്റിലേക്ക് എത്തിക്കാൻ സാധിച്ചത് അദ്ദേഹത്തിന്റെ കഠിനമായ പ്രയത്നമാണ്. ഇന്നും അദ്ദേഹം ഓടിക്കൊണ്ടിരിക്കുക 24 മണിക്കൂറും. അദ്ദേഹത്തോട് ഈ വിഷയം എനിക്ക് സംസാരിക്കാനുണ്ട്. എനിക്ക് കുറച്ച് എന്റെ ഗ്രീവിയൻസ് പറയാനുണ്ട്. മുസ്ലിം ലീഗ് ലീഡർഷിപ്പിന് ഇനി ഒന്നും എന്നാ ചെണ്ണ ഇത് താണ്ടാ പൊളിറ്റിക്സ്. ഇങ്ങനെ ആയിരിക്കും കേട്ടോ പൊളിറ്റിക്സ്. ഇതൊക്കെ പണ്ട് അതൊക്കെ ചിലവാകും, ഇപ്പോഴൊന്നും അത് നടപടിയാവില്ല. ഇനിയിപ്പോൾ എല്ലാവരും സൂചിപ്പിക്കലാണ്. കാരണം ഏതെങ്കിലും ഒരു മുന്നണിയിൽ കയറി കൂടാമല്ലോ, അല്ലാതെ വേറെ വഴിയില്ല. അതുകൊണ്ട് എല്ലാവരെയും സൂചിപ്പിച്ചിങ്ങനെ നിൽക്കുക. ഇതാണ് പൊളിറ്റിക്സ്.